വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ, അതുപോലെ MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ടോപ്പിക്സിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഓരോ പാരാമീറ്റേഴ്സും നമുക്ക് അറിയാനുള്ള അല്ലേ, എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതായത് മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ, അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയാലും റൈറ്റ് ഹാൻഡ് റൂൾ ആയാലും MMF ആണെങ്കിലും അല്ലേ, എല്ലാ ടേംസും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. Question number 1, the unit of magnetomotive force. Magnetomotive force എന്താണ്, യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി വോൾട്ട്, ഓപ്ഷൻ സി ആംപിയർ ടേൺസ് പെർ മീറ്റർ, ഓപ്ഷൻ ഡി ടെസ്ല. അതായത് MMF എന്ന് പറയും അല്ലേ, എന്താണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംപിയർ ടേൺസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. അത് മീറ്ററിലും റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് ആംപിയർ ടേൺസ് പെർ മീറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള യൂണിറ്റ് ആംപിയർ ടേൺസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ആംപിയർ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കറൻറ്റിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെയാണ്. ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെയാണ്. അപ്പോൾ ഈ MMF എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതായത് ഫോഴ്സ് റിക്വയർഡ് ടു സെറ്റ് എ ഫ്ലക്സ് ഇൻ ദ കോർ. അതാണ് എന്ത് പറയുന്നത്, MMF എന്ന് പറയുന്നത്. അതായത് ഒരു ഫോഴ്സ് റിക്വയർ ചെയ്യുക, ഫ്ലക്സ് ഒരു കോറിൽ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഫോഴ്സ് റിക്വയർഡ് ടു സെറ്റപ്പ് ഫ്ലക്സ് ഇൻ ദ കോർ ആണ് നമ്മുടെ MMF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എല്ലാ രീതിയിലും എപ്പോഴും എന്താണ്, യൂണിറ്റുകൾ പഠിച്ചിട്ട് പോകാം. യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റ് ഓഫ് MMF എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപിയർ ടേൺസ്. അപ്പോൾ ഇതിൽ എന്താണ് ആംപിയർ ടേൺസ് പെർ മീറ്റർ നമുക്ക് എടുക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2, മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട്. എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഏത് ഭാഗത്താണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം, ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ അയോൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി മൂവിങ് ചാർജസ്. അപ്പോൾ എവിടെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മൂവിങ് ചാർജസിലാണ്. എവിടെയാണ് ചെയ്യുന്നത്, മൂവിങ് ചാർജസിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. നമ്മൾക്കറിയാം ഫ്ലെമിങ്സിന് 2 റൂളുണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, അതുപോലെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ത് ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ പൊളാരിറ്റി ഓഫ് മാഗ്നറ്റിക് പോൾ, ഓപ്ഷൻ ബി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ സി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ സോളിനോയിഡ്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുന്നത്, അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് കേട്ടോ. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് കേട്ടോ. മറക്കരുത്, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്നാൽ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എന്താണ്, EMF, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ ബി റിലേറ്റീവ് പെർമിയബിലിറ്റി, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മാഗ്നിറ്റ്യൂഡും അതിന് ഡയറക്ഷനും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ബാക്കിയെല്ലാം എന്താണ്, സ്കെയിലറായിട്ട് വരുന്നത്. അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, അതിൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്, നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. അഗെയിൻ കണ്ടോ, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ലാസ്റ്റിൽ എന്താ കണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ഇവിടെ എന്താണ്, റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അല്ലേ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എന്ത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലൈൻസ്, ഓപ്ഷൻ ബി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF, ഓപ്ഷൻ സി ഡയറക്ഷൻ ഓഫ് ഫ്ലോസ് ഓഫ് അയോൺ ഇൻ ഇലക്ട്രോലൈറ്റ്, ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടർ. അപ്പോൾ ഏതാണ്, നമുക്കറിയാം ഏതാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ടേംസിൻ്റെയും യൂണിറ്റ് നോക്കുക. യൂണിറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പെർമിയബിലിറ്റിൻ്റെ
യൂണിറ്റ് നോക്കാം. ഓപ്ഷൻ എ ആംബിയർ ടേൺസ്, ഓപ്ഷൻ ബി വെബർ പെർ മീറ്റർ, ഓപ്ഷൻ സി ആംബിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ഡി നോ യൂണിറ്റ്. അപ്പോൾ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? നമുക്ക് പെർമിയബിലിറ്റി യൂണിറ്റ് ഇല്ല അല്ലേ. ആക്ച്വലി എന്താണ് യൂണിറ്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നോ യൂണിറ്റിൽ തന്നിട്ടുള്ളതിലൊന്നും പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് അല്ല തന്നിട്ടുള്ളതല്ല. ആക്ച്വലി ഇപ്പോൾ ഹെൻറി പെർ മീറ്റർ അതാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പെർമിയബിലിറ്റിയിൽ ഇതിൽ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ് നോ യൂണിറ്റ് കൊടുക്കാം എന്നാണ് PSC കൊടുത്തിട്ടുള്ളത്. നോ യൂണിറ്റ് ആണ്. പക്ഷേ എന്താണ് യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബറാണ്. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് പെർ വെബറാണ്. പെർമിയൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ പെർ ആംബിയർ ടേൺസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയുള്ള യൂണിറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് നോക്കി വെക്കുക, കാരണം യൂണിറ്റ്സ് ചോദിക്കാറുണ്ട്. Question number 4. Which rule is used for determine the direction of magnetic lines in a current carrying conductor? അപ്പോൾ ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മളുടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസിനെ കറണ്ട് ക്യാരിയിങ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ ലെൻസസ് ലോ, ഓപ്ഷൻ ബി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ സി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ഡി റൈറ്റ് ഹാൻഡ് പാം റൂൾ. അതായത് നമ്മൾ PSCയുടെ ആൻസർ അനുസരിച്ച് ഈ തന്നിട്ടുള്ള ഓപ്ഷനനുസരിച്ച് റൈറ്റ് ഹാൻഡ് പാം റൂളാണ് കറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ ആസ്പർ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ് കേട്ടോ. ഏതാണ്? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ്. അതായത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് ലോ ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടക്ടർ നമ്മുടെ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ ആയിരിക്കും അല്ലേ. അതിൻ്റെ കർവ്ഡ് ഫിംഗേഴ്സ് വരുന്ന എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെ കാണിക്കുന്നതെന്നാണ് ഇതിൻ്റെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയുന്നത്, അതായത് സാധാരണ പാം റൂൾ വെച്ചിട്ട് അത് ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് ആക്ച്വലി റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ മാഗ്നറ്റിക് ലൈൻസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വരുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ് കേട്ടോ. പക്ഷേ ആൻസർ നമ്മുടെ PSC അനുസരിച്ച് വരുന്ന ആൻസർ റൈറ്റ് ഹാൻഡ് പാം റൂളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലെൻസസ് ലോ നമുക്കറിയാം അല്ലേ. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ലെൻസസ് ലോ യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വന്നിട്ട് ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ മോട്ടറിൽ വരുന്ന ആ ഫോഴ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. 1 വെബർ ഈസ് ഈക്വൽ ടു, വെബർ എന്തിന് ഈക്വൽ ആണ്? ഒരു വെബർ എത്ര ഇതിന് ലൈൻസിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ലൈൻസ് അല്ലെങ്കിൽ മാക്സ്വെൽസ് എന്ന് പറയാറുണ്ട്. ഓപ്ഷൻ എ 10⁸ ലൈൻസ്, ഓപ്ഷൻ ബി 10⁻10 ലൈൻസ്, ഓപ്ഷൻ സി 10⁻12 ലൈൻസ്, ഓപ്ഷൻ ഡി 10⁻4 ലൈൻസ്. അപ്പോൾ 1 വെബർ എത്രയാണ് ഈക്വൽ ടു? 10⁻8 ലൈൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 10⁻8 ആണ് കേട്ടോ. അപ്പോൾ 10⁻8 ലൈൻസ് അല്ലെങ്കിൽ 10⁻8 മാക്സ്വെൽസ് എന്നും പറയാറുണ്ട്. 10⁻8 മാക്സ്വെൽസ് എന്നും പറയാറുണ്ട്. അതാണ് 1 വെബർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസീസ്. അഗെയിൻ എന്താണ് ഒരു യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ വെബർ പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി ന്യൂട്ടൺ പെർ വെബർ, ഓപ്ഷൻ സി ആംബിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ ഡി ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? MMF ബൈ ഫ്ലക്സ് ആണ് അല്ലേ. റിലക്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? MMF ബൈ ഫ്ലക്സ് ആണ്. MMFൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് ആണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ ആണ്. അപ്പോൾ റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് പെർ വെബർ ആയിരിക്കും. എന്താണ്? ആംബിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ആംബിയർ ടേൺസ് പെർ വെബർ ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് മെഷർ ഓഫ്. അതായത് ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഏരിയ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ എനർജി ലോസ് പെർ സൈക്കിൾ, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ സി പെർമിയൻസ്, ഓപ്ഷൻ ഡി MMF പെർ സൈക്കിൾ. അപ്പോൾ എന്താണ് ഇത്? ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഈസ് എ മെഷർ ഓഫ് എനർജി ലോസ് പെർ സൈക്കിൾ ആണോ, മാഗ്നറ്റിക് ഫ്ലക്സ് ആണോ, പെർമിയൻസ് ആണോ, MMF പെർ സൈക്കിൾ ആണോ? അതായത് എനർജി ലോസ് പെർ സൈക്കിൾ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരുന്നത്. അതായത് എന്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ലോസ് അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഹിസ്റ്ററിസിസ് ലൂപ്പിന് പ്രൊപ്പോർഷണലായിരിക്കും. അതായത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി ലോസ് പെർ സൈക്കിൾ എന്നാണ് പറയുന്നത്. അതായത് എനർജി ലോസ് അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്ററിസിസ്
എന്ന് പറയുന്നത് ഈ എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ഏരിയ ഓഫ് ദ ഹിസ്റ്റെറിസിസ് ലൂപ്പിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ലാർജ് ആണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസസും എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എനർജി ലോസ് പെർ സൈക്കിൾ അനുസരിച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ലെൻസസ് ലോ ആർ സമ്മറൈസ്ഡ് ഇൻ ദ ഇക്വേഷൻ. അതായത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ലെൻസസ് ലോയും എങ്ങനെയാണ്, ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ ഈക്വൽ ടു LR, ഓപ്ഷൻ ബി ഈക്വൽ ടു LDI/dt, ഓപ്ഷൻ സി ഈക്വൽ ടു -dφ/dt, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് ഈക്വൽ ടു -dφ/dt എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും അതുപോലെ ലെൻസസ് ലോയും സമ്മറൈസ് ചെയ്യുന്നത്. Question number 3, the magnetic field required to reduce the residual magnetization to 0 is called. അതായത് magnetic field required to reduce the residual magnetic zeroനെ എങ്ങനെയാണ്, എന്ത് ടേബിളാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റീറ്റൻറ്റിവിറ്റി, ഓപ്ഷൻ ബി കൊഹേഴ്സിവിറ്റി, ഓപ്ഷൻ സി ഹിസ്റ്റെറിസിസ്, ഓപ്ഷൻ ഡി സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ എന്നാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, കൊഹേഴ്സിവിറ്റി വെച്ചിട്ടാണ്. അതായത് കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ റെസിഡ്യുവൽ മാഗ്നറ്റൈസേഷൻ വന്നിട്ട് 0 ആകുന്നതിനെയാണ് കൊഹേഴ്സിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, ദ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. എഗെയിൻ എന്താണ്? യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ? അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓരോന്നിൻ്റെയും യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ വെബർ, ഓപ്ഷൻ ബി ടെസ്ല, ഓപ്ഷൻ സി ആംബിയർ ടേൺസ്, ഓപ്ഷൻ ഡി ആംബിയർ ടേൺസ് പെർ വെബർ. അപ്പോൾ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? ടെസ്ലയാണ് കേട്ടോ. എന്താണ്, ഏതാണ് നമ്മുടെ യൂണിറ്റ്? ഓപ്ഷൻ ബി ആണ് യൂണിറ്റ്. കറക്റ്റ് ആൻസർ വരുന്നത് ടെസ്ലയാണ്. അതായത് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെയാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് 1 ടെസ്ല എന്തിന് ഈക്വൽ ആയിരിക്കും? 1 വെബർ പെർ സ്ക്വയർ മീറ്ററിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടെസ്ല ആയിരിക്കും ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ കൗണ്ടർ EMF always opposes the force that create it. ഏത് ലോ ആണ്? അല്ല, അതെന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ് ദ കൗണ്ടർ EMF, നമുക്ക് ഉണ്ടാകുന്ന EMFനെ ഒപ്പോസ് ചെയ്യുന്നത് ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് ഇറ്റ് ഏതാണ്? ഓപ്ഷൻ എ ലെൻസസ് ലോ, ഓപ്ഷൻ ബി ഓംസ് ലോ, ഓപ്ഷൻ സി ഓസ്റ്റാർഡ്സ് ലോ, ഓപ്ഷൻ ഡി ഫാരഡേസ് ലോ. വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതെന്താണ്? ലെൻസസ് ലോ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്ന ആൻസർ. Question number 3, magnetic field intensity can be calculated by the formula. Magnetic field intensity കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണെന്നാണ് അല്ലേ. ഓപ്ഷൻ എ H equal to reluctance per mmf, ഓപ്ഷൻ ബി H equal to mmf per reluctance, ഓപ്ഷൻ സി H equal to mmf per length of coil in meter, ഓപ്ഷൻ ഡി H equal to length of coil in meter by mmf. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, ഏത് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? H equal to mmf per length of the coil in meter ആയിരിക്കും. ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വെക്ടറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക? വെക്ടറിലാണ്. അത് എന്തിന് ഈക്വലാണ്? റേഷ്യോ ഓഫ് mmf പെർ ലെങ്ത് ആണ്. അതായത് ആംബിയർ പെർ മീറ്റർ എന്നാണ് പറയുക. അപ്പോൾ എന്താണ് H equal to എന്നാണ് mmf പെർ ലെങ്ത് ഓഫ് കോയിൽ ഇൻ മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 4, the imaginary line joining the two poles of magnet is known as. അതായത് നമ്മൾ രണ്ട് മാഗ്നറ്റിൻ്റെ രണ്ട് പോൾസ് ഉണ്ടാവും അല്ലേ. നോർത്ത് പോളും ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടാവും. അതിൻ്റെ ഇടയിലൂടെ ഒരു ഇമേജിനറി ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ നോർത്ത് പോളിൻ്റെ കൂടെയും സൗത്ത് പോളിന് ഉള്ള മാഗ്നറ്റിൻ്റെ ഇടയിലൂടെ ഒരു ഇമേജിനറി ലൈൻ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിന് എന്താണ് പറയുക? അങ്ങനെ ജോയിൻ ചെയ്യുന്ന ലൈനിന് എന്ത് നെയിമിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ലൈൻസ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് പോൾസ്, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ആക്സിസ്. അപ്പോൾ അത് എന്ത് നെയിമിലാണ് അറിയപ്പെടുന്നത്? മാഗ്നറ്റിക് ആക്സിസ് എന്ന നെയിമിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താണ്? ദ ഇമേജിനറി ലൈൻ ജോയിനിങ് ദ ടു പോൾസ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ ആസ് എന്താണ്? മാഗ്നറ്റിക് ആക്സിസ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ദ SI യൂണിറ്റ് ഓഫ് എ മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ്. ഞാൻ പറഞ്ഞു എഗെയിൻ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഒരു യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ വെബർ പെർ ആംബിയർ ടേൺസ്, ഓപ്ഷൻ ബി ആംബിയർ ടേൺസ് പെർ വെബർ, ഓപ്ഷൻ സി വെബർ, ഓപ്ഷൻ ഡി ആംബിയർ ടേൺസ്. അപ്പോൾ ഏതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്? അതായത് മാഗ്നറ്റിക്
റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? MMF ബൈ ഫ്ലക്സ് ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് MMFൻ്റെ യൂണിറ്റ് എന്താണ്? NI അല്ലേ. പിന്നെ ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ, ആംബിയർ ടേൺസ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഹെൻറി ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിയർ ടേൺസ് പെർ വെബർ. ആംബിയർ ടേൺസ് പെർ വെബർ ആണ് കറക്റ്റായിട്ട് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസറിൻ്റെ കേട്ടോ. SI യൂണിറ്റ് ഓഫ് എ മാഗ്നറ്റിക് റിലക്റ്റൻസ്. അപ്പോൾ മാഗ്നറ്റിക് റിലക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? MMF ബൈ ഫ്ലക്സ് ആണ് റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ. MMFൻ്റെ യൂണിറ്റ് NI, അതായത് ആംബിയർ ടേൺസ് എന്ന് പറയുന്നത്, ഫ്ലക്സിന് വെബർ. അപ്പോൾ ആംബിയർ ടേൺസ് പെർ വെബർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question number 1. Which of the following rule is used to determine the direction of mechanical force experienced by a current carrying conductor placed in a magnetic field? അപ്പോൾ താഴെ തന്നിട്ടുള്ള ഏത് റൂൾ അനുസരിച്ചിട്ടാണ് എന്താണ് ഡയറക്ഷൻ ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ബി ക്രോക്സ്ക്രൂ റൂൾ, ഓപ്ഷൻ സി ഹെലിക്സ് റൂൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കിയാൽ അതിൻ്റെ എന്താ പറയുക ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് എന്താണ് ചെയ്യുന്നത് തരിക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് റൂളാണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂൾ യൂസ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ്, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ് നമുക്ക് തരുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോ state that the back EMF has a polarity which opposes the force that created it? ഇതും ഏതാണ്? ഓപ്ഷൻ എ ലെൻസസ് ലോ, ഓപ്ഷൻ ബി ഫ്ലെമിങ്സ് ലോ, ഓപ്ഷൻ സി ഫാരഡേസ് ലോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഏത് ലോയാണ്, അതായത് ഏത് ലോയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ബാക്ക് EMF ഹാസ് എ പൊളാരിറ്റി വിച്ച് ഓപ്പോസസ് ദ ഫോഴ്സസ് ദാറ്റ് ക്രിയേറ്റഡ് ഇറ്റ് എന്ന് പറയുന്നത് ഏത് ലോയാണ്? നമ്മുടെ ലെൻസസ് ലോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെയും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഏതാണ്? ലെൻസസ് ലോ ആണ് എന്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്? ദ ബാക്ക് EMF ഹാസ് എ പൊളാരിറ്റി വിച്ച് ഓപ്പോസസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റഡ് ഇറ്റ്. ഏതാണ് നമ്മുടെ ലെൻസസ് ലോ ആണ്. Next one, question number 1. When a conductor is moved to south direction in a magnetic field which is directed upwards, then the direction of current in the conductor will be. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയായിരിക്കും അല്ലേ? അതായത് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലേ. എന്നിട്ട് അതിൻ്റെ എന്താണ് വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വാർഡ്, അത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ് അതിൻ്റെ ഡയറക്റ്റഡ് കാണിക്കുന്നത്. ദെൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ, അപ്പോൾ അതിലുണ്ടാവുന്ന ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടുവേർഡ്സ് ഈസ്റ്റ്, ഓപ്ഷൻ ബി ടുവേർഡ്സ് വെസ്റ്റ്, ഓപ്ഷൻ സി ടുവേർഡ്സ് ഡൗൺവേർഡ്, ഓപ്ഷൻ ഡി ടുവേർഡ്സ് നോർത്ത്. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സൗത്ത് ആണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കേർഡ് ഫിംഗേഴ്സൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ ഡയറക്ഷൻ ഓഫ് എന്താണ്? നമ്മുടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് മുകളിലേക്കാണ് പറഞ്ഞത്. മൂവ് ഇൻ സൗത്ത് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞുള്ളത്. മുകളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡൊക്കെ എങ്ങോട്ടാണ്? അപ്വേർഡ്സ് മുകളിലേക്കാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് വന്നിട്ട്, അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ക്വസ്റ്റ്യനിൽ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒന്ന് വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എങ്ങോട്ടാണ്? ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Next, question number 2. Identify the correct sequence related to Fleming's left hand rule. ഇത് Fleming's left hand rule-ൻ്റെ ഒരു ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. അതിലെ ഓരോ പാരാമീറ്റേഴ്സും, അതായത് Z എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, X എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, Y എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ X വന്നിട്ട് ഫോഴ്സ്, Y കറൻറ്റ്, Z മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി X മാഗ്നറ്റിക് ഫീൽഡ്, Y കറൻറ്റ്, Z ഫോഴ്സ് ആണ്. ഓപ്ഷൻ സി X കറൻറ്റ്, Y മാഗ്നറ്റിക് ഫീൽഡ്, Z ഫോഴ്സ്. ഓപ്ഷൻ ഡി X മാഗ്നറ്റിക് ഫീൽഡ്, Y ഫോഴ്സ്, Z കറൻറ്റ്. അപ്പോൾ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും എല്ലാം ഏകദേശം എല്ലാ പാരാമീറ്റേഴ്സും ഒരേ തന്നെയാണ് അല്ലെ, കറക്റ്റ് സീക്വൻസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്. അല്ലെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് അല്ലേ. ഇസഡ് വന്നിട്ട് ഫോഴ്സ് ആയിരിക്കും, ഫോഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് വന്നിട്ട് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. എക്സ് വന്നിട്ട് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ് എക്സ് വന്നിട്ട്. വൈ വന്നിട്ട് എന്താണ്? കറൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്താണ്? ഇസഡ് വന്നിട്ട് ഫോഴ്സ്, വൈ വന്നിട്ട് കറൻറ്റ്, എക്സ് വന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ അത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് contain 100 turns and carry a current
and carries a current of 5 amps. Find the reluctance if the flux produced by the electromagnetic is 0.2 Weber. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഇലക്ട്രോമാഗ്നറ്റിൽ എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് ക്യാരി ചെയ്യുന്ന കറണ്ടിൻ്റെ എത്രയാണ്? 5 ആംപ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ റിലക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.2 വെബർ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ റിലക്റ്റൻസ് ആണ്. അപ്പോൾ റിലക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു 5. അതാണ് റിലക്റ്റൻസിൻ്റെ ഫോർമുല. എന്താണ്? എസ് ഇസ് ഈക്വൽ ടു, അതായത് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു NI/S ആണ്. എന്നാൽ എസ് ഇസ് ഈക്വൽ ടു എന്താണ്? NI/5 ആണ് അല്ലേ? ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 അല്ലേ? കറണ്ട് വന്നിട്ട് 5 ആംപ്സ് തന്നിട്ട് എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. അത് ഫ്ലക്സിൻ്റെ ഇത് വന്നിട്ട് 0.2 വെബറിനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 100 ഇൻറ്റു 5/0.2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. Option A 2500 ampere turns per Weber. Option B 100 ampere turns per Weber. Option C 0.004 ampere turns per Weber. Option D 500 ampere turns per Weber. അപ്പോൾ ഇതിലെ ആൻസർ എന്താണ് നമുക്ക് വരുന്നത്? അതായത് 100 ഇൻറ്റു 5/0.2 ചെയ്താൽ 2500 ampere turns per Weber ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ടെസ്ല ഈസ് ദ യൂണിറ്റ് ഓഫ്, നോക്കി എഗെയിൻ യൂണിറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ വന്നു അല്ലേ? ഓപ്ഷൻ എ എന്താണ്? MMF. ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ഫ്ലക്സ്. നമുക്ക് അന്ന് നേരത്തെ ചോദിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെയും MMFിൻ്റെയൊക്കെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടെസ്ല എന്തിൻ്റെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 5. Find the number of turns in the coil if an EMF of 40 volt developed across it with the flux changes in the rate of 0.8 Weber per second. അപ്പോൾ എന്താണ്? ഇതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? എത്ര നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ കോയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ്. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൽ EMF തന്നിട്ടുണ്ട്. EMF എത്രയാണ്? 40 വോൾട്ട് ഡെവലപ്പ് അക്രോസ് ദ ഫ്ലക്സ്. ഇഫ് ദ ഫ്ലക്സ് ചേഞ്ചസ് ഇൻ എ റേറ്റഡ് ഓഫ്, ഫ്ലക്സ് വന്നിട്ട് എത്രയാണ്? 0.8, അതായത് ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് എന്നാണ് ചെയ്യുന്നത്. അതായത് d5/dt ആണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 0.8 വെബർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് ടേൺസ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 32, ഓപ്ഷൻ ഡി 2. അപ്പോൾ ഏതാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം E ഈക്വൽ ടു എന്നാണ്? N ഇൻറ്റു d5/dt ആണ് അല്ലേ? ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് EMF തന്നിട്ടുണ്ട്, EMF 40 തന്നിട്ടുണ്ട്, ഫ്ലക്സ് ചേഞ്ച് തന്നിട്ടുണ്ട്. d5/dt എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് N ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ടു E/d5/dt ആണ് ഫോർമുല. അപ്പോൾ ഈ പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 50 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് 40 ഡിവൈഡഡ് ബൈ 0.8 ചെയ്താൽ 50 ആണ് ആൻസർ വരുന്നത്. Next one, question number 1. The magnitude of a magnetic field strength H is independent of. Option A current, option B distance, option C permeability of the medium, option D both current and the distance. അപ്പോൾ എന്താണ് ആക്ച്വലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലോ ആദ്യം കൺസിഡർ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആംബിയർ സർക്യൂട്ട് ലോ എടുക്കുകയാണെങ്കിൽ എന്താണ്? ദ ലൈൻ ഇൻഡക്ടൽ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി അറൗണ്ട് എനി ക്ലോസ്ഡ് കർവ് ഈസ് ഈക്വൽ ടു എത്രയാണ്? mu0 ടൈംസ് ദ നെറ്റ് കറൻറ്റ് I ത്രട്ടനിങ് ത്രൂ ദ ഏരിയ ക്ലോസ്ഡ് ബൈ ദ കർവാണ്. അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡ്യൂ ടു എ വയർ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു വയറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല വന്നിട്ട് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ B ഈക്വൽ ടു μ/2π ഇൻറ്റു I/d ആണ്. എന്താണ്? B ഈക്വൽ ടു μ/2π ഇൻറ്റു I/d ആയിരിക്കും. അപ്പോൾ ഇതിൽ I എന്ന് പറഞ്ഞാൽ കറൻറ്റ്, അപ്പോൾ അതിൽ B എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് μh ആണ് അല്ലേ? അപ്പം അതിലേക്ക് ബിൻ്റെ അവിടെ μh സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? μh ഈക്വൽ ടു μ/2π I/d ചെയ്യാം. അപ്പോൾ നമുക്ക് H കിട്ടും. H കിട്ടും പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈക്വൽ ടു എന്താണ്? I/2πd ആണ്. എന്നാണ് ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈക്വൽ ടു എന്നാണ്? I/2πd ആയിരിക്കും. I/2πd ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റ് ആണ്. പിന്നെ D പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റിനെയും ഡിസ്റ്റൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? കറൻറ്റിനെയും ഡിസ്റ്റൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് ഏതിനെയാണ്? പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയത്തിനെയാണ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ. ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈക്വൽ ടു I/2πd ആണ്. I എന്ന് പറഞ്ഞാൽ കറൻറ്റ്, D പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ഏതാണ്? പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. അടുത്ത എന്താണ്? ഒരു ഫോർമുല അല്ലേ? അതായത് മാഗ്നറ്റിക്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഏത് ഫോർമുലയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലക്സ് അറിയാൻ നമുക്ക് MMF ബൈ റിലക്റ്റൻസ് ആണെന്നുള്ളതൊക്കെ ആ ഒരു ഫോർമുലയിലാണ് ഇതിലും വരുന്നത്. അതായത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് H = എന്താണ് B/I ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബൈ ലെങ്ത് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. H = എന്താണ് B/I ആണ്. എന്നാൽ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഏത് ഫോർമുലയാണ് H×I വെച്ചിട്ടാണ്. ഏതാണ് H×I ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. HI ഓപ്ഷൻ C HI ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 ദ കണ്ടക്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് അനലോജിയസ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ബൈ. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനും മാഗ്നറ്റിക് സർക്യൂട്ടിനും അനലോജിയസ് പഠിച്ചു വയ്ക്കുക. അതൊന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കണ്ടക്റ്റൻസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണ്ടക്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ അത് എന്ത് പാരാമീറ്ററിലാണ്, അതിൻ്റെ അനലോജിയസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്ലക്സ്, ഓപ്ഷൻ ബി റിലക്റ്റൻസ്, ഓപ്ഷൻ സി പെർമിയൻസ്, ഓപ്ഷൻ ഡി റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത്? പെർമിയൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണ്ടക്റ്റൻസ് ആണെങ്കിൽ അത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഏതാണ്? ഓപ്ഷൻ സി പെർമിയൻസ് ആയിട്ടാണ് വരുന്നത്. Question number 4 in a parallel magnetic circuit the total ampere turns is equal to. ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ടോട്ടൽ ആംബിയർ ടേൺ എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആംബിയർ ടേൺ ഓഫ് ഓൺലി വൺ സ്മോളസ്റ്റ് പാർട്ട്, ഓപ്ഷൻ ബി ആംബിയർ ടേൺ ഓഫ് ഓൺലി ലോങ്ങസ്റ്റ് പാർട്ട്, ഓപ്ഷൻ സി ഡിഫറൻസ് ഓഫ് ആംബിയർ ടേൺസ് ഓഫ് ഈച്ച് പാത്ത്, ഓപ്ഷൻ ഡി സം ഓഫ് ആംബിയർ ടേൺസ് ഓഫ് ഈച്ച് പാത്ത്. അപ്പോൾ ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 2 or more 2 പാത്ത് അല്ലേ, 2 അതിൽ കൂടുതലോ അല്ലെങ്കിൽ പാത്തുകളുള്ള തന്നെയാണ്. അതായത് മാഗ്നറ്റിക് സർക്യൂട്ട് ഹാവിങ് 2 or more than 2 പാത്ത് ഫോർ എ മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിലെ ടോട്ടൽ ആംബിയർ ടേൺസ് എന്തിന് ഈക്വൽ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? സം ഓഫ് ആംബിയർ ടേൺസ് ഓഫ് ഈച്ച് പാത്ത്. ഓരോ പാത്തിൻ്റെയും ആംബിയർ ടേൺസിന് ഈക്വൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ടോട്ടൽ ആംബിയർ ടേൺ എന്തിന് ഈക്വൽ ആവും? സം ഓഫ് ആംബിയർ ടേൺസ് ഓഫ് ഈച്ച് പാത്ത് ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 5 as per Faraday's laws of electromagnetic induction an EMF in induced in a conductor whenever it. അപ്പോൾ എപ്പോഴാണ് Faraday's laws of electromagnetic induction അനുസരിച്ചിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? whenever it. ഓപ്ഷൻ എ ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ ബി ലൈൻസ് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ സി കട്ട്സ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഓപ്ഷൻ ഡി മൂവ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോഴാണ് ഒരു EMF കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്? അത് കണ്ടക്ടറിൽ എന്താണ് കട്ട് ചെയ്യുമ്പോൾ അല്ലെ, കട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ആകുമ്പോഴാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6 പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഈസ് യൂസ്ഡ് ഇൻ. ഏതിലാണ് നമ്മുടെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ട്രാൻസ്ഫോമർ, ഓപ്ഷൻ ബി മോട്ടർ, ഓപ്ഷൻ സി ജനറേറ്റർ, ഓപ്ഷൻ ഡി ബാറ്ററി. അപ്പോൾ ഏതിലാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതിലാണ്? ട്രാൻസ്ഫോമറിലാണ് അല്ലേ. ഏതിലാണ്? ട്രാൻസ്ഫോമറിലാണ്. ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, കാരണം ഇതെന്താണ് മാഗ്നറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. കാരണം ഈ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും യൂണിറ്റ്സ് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് റിലേറ്റഡ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഡെഫിനിഷൻ, ഡെറിവേഷൻ നോക്കുക. അപ്പോൾ ഫാരഡേസ് ലോ ആണെങ്കിലും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്, റൈറ്റ് ഹാൻഡ് റൂൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ റൈറ്റ് ഹാൻഡ് റൂൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എന്ത് കണ്ടുപിടിക്കാൻ, എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ആണ്, റൈറ്റ് ആണെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അങ്ങനെയുള്ള ഓരോ ടേംസും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.